സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. രവിപുരം പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാണ്ട് 1-2 വർഷം പിന്നിട്ടിട്ടുണ്ടാവും. തിരുവനന്തപുരത്തെ ഒരു ഭവനത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ എഴുന്നള്ളിയിരിക്കുകയാണ്. രവിപുരം ക്ഷേത്ര നിർമ്മാണത്തിനും ആശ്രമ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അവിടുന്ന് പൊതുജന സഹകരണം തേടി സഞ്ചാരത്തിലായിരുന്നു. ഡോക്ടർ പൽപുവിൻ്റെ പിതൃ സഹോദരിയുടെ ഭവനത്തിലാണ് ഇപ്പോൾ തൃപ്പാദങ്ങൾ വിശ്രമിക്കുന്നത്. തൃപ്പാദങ്ങൾക്ക് ഗുരു എന്ന നിലയിലുള്ള പ്രശസ്തി കൈവന്നിട്ടില്ല. എന്നാൽ തപശ്ചര്യാകാലത്തെ, അവധൂതകാലത്തെ അവിടുത്തെ ദീർഘ സഞ്ചാരങ്ങൾ കൊണ്ടും ആ സഞ്ചാരത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പല പല സംഭവങ്ങൾ കൊണ്ടും ഗുരുദേവൻ പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. ഒരു സിദ്ധപുരുഷൻ എന്ന് സർവാംഗീകാരം അവിടുന്ന് നേടിയെടുത്തിരുന്നു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഗുരു എവിടെയെങ്കിലും എഴുന്നള്ളിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ കാണാനെത്തുമായിരുന്നു. അങ്ങനെ പലരും ആ ഭവനത്തിലെത്തുകയും ഗുരുവിനെ നമസ്കരിക്കുകയും ഗുരു അവരുമായി വിശേഷങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ 2 വ്യാപാരികൾ വരുന്നത്. തലച്ചുമടായിട്ടാണ് അവർ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്നത്. അവർക്ക് വർക്കല പ്രദേശവുമായി നല്ല ബന്ധമുണ്ട്. ഗുരുവിൻ്റെ ഒരു രീതി ഇതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ആ ദേശത്തെ വിശേഷങ്ങൾ ആരായുക അവിടുത്തെ ഒരു സ്വഭാവമാണ്. അവിടുത്തെ വിശേഷങ്ങൾ അവർ ഗുരുവിനോട് ഉണർത്തിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും. ആ നാട്ടിൽ ജനിച്ചു വളർന്ന തങ്ങളെക്കാൾ പരിചയം ആ നാടുമായി, ആ നാട്ടിലെ രീതികളുമായി അവിടുത്തേക്കുണ്ട് എന്ന്. ആ രീതിയിൽ വ്യാപാര സംബന്ധമായ ഒരു സംസാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ ഗുരുവിനോട് ഉണർത്തിക്കുന്നു, വ്യാപാരം കുഴപ്പമില്ല. എന്നാൽ വർക്കല പ്രദേശത്തെത്തുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. അവിടെ ഒരു വഴി കടന്നു പോകാൻ തന്നെ ഭയമാണ്. അതുവഴി കടന്നു പോകുമ്പോൾ ഏത് സമയമാണ് പിടിച്ചുപറിക്കാർ ചാടി വീഴുക എന്നറിയില്ല. അവരുടെ പിടിയിൽ അകപ്പെട്ടാൽ ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. ഉള്ളതെല്ലാം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടും. വ്യാപാര ആവശ്യങ്ങൾക്ക് അതുവഴി അല്ലാതെ പോകാൻ പറ്റുന്നുമില്ല.
ഗുരുദേവൻ ഇത് കേട്ടിരുന്നു. കുറെ നേരം മൗനമായിട്ടിരുന്നിട്ട് മുഴിഞ്ഞത്രേ. രോഗമുള്ളിടത്താണല്ലോ ചികിത്സാ കേന്ദ്രം വേണ്ടത്. പിന്നീട് അവിടുന്ന് ഒന്നും മുഴിഞ്ഞില്ല. ഗുരു ആ പറഞ്ഞതിൻ്റെ പൊരുൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ആ വ്യാപാരി സുഹൃത്തുക്കൾക്ക് മനസ്സിലായത്. ഇപ്പൊ ഏതാണ്ട് 1890 കാലമാണ്. അതിനു മുമ്പ് തന്നെ വർക്കല ഗുരുവിന് പരിചിതമായി കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ മുരുത്താമലയിൽ നിന്ന് രൂപപ്പുറത്ത് വന്നു, അവിടെ ശിവാലയം സ്ഥാപിച്ചു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. അതിനുശേഷം അവിടുന്ന് വർക്കലയിലെത്തി ശിവഗിരി മഠം സ്ഥാപിച്ചു എന്നാണ്. പരുവപ്പുറത്ത് വന്നതിന് ശേഷമാണ്, പരുവപ്പുറം വിട്ടതിന് ശേഷമാണ് ഗുരുദേവൻ വർക്കല തിരഞ്ഞെടുത്തത് എന്ന് തോന്നിപ്പോകും. എന്നാൽ വസ്തുത അതല്ല. അവിടുത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഗുരുവിന് അറിയാമായിരുന്നു. പോരെങ്കിൽ ഗുരു ഉപരിവിദ്യാഭ്യാസം ചെയ്ത ചേവണ്ണൂർ കളരിയിലെ ഗുരുനാഥനായിരുന്ന കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ വർക്കല സ്ഥലമാഹാത്മ്യം എന്ന ഒരു കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട്. സാഹിത്യ തൽപരനായിരുന്ന ഗുരുദേവൻ അവിടുത്തെ ശ്രദ്ധ ചെല്ലാത്ത ഒരു സൃഷ്ടിയും ഉണ്ടായിരിക്കില്ല. വർക്കല സ്ഥലമാഹാത്മ്യം അത് പൊതുവെ ഐതിഹ്യപരമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ്, ചരിത്രവുമായി ബന്ധമുണ്ടാവില്ല. അപ്പം അതിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരിക്കൽ ബ്രഹ്മാവ് ദേവന്മാരെ ശപിച്ചത്ര, എന്തോ അപ്രീതി ഉണ്ടായപ്പോൾ. അപ്പൊ അവരെല്ലാം ഭൂമിയിൽ പതിക്കട്ടെ എന്നായിരുന്നു ശാപം. അപ്പൊ ദേവകൾ മാമുനീന്ദ്രനോട് നാരദനോട് സങ്കടമുണർത്തിച്ചു. എവിടെ പാർത്താൽ എത്രയും വേഗം തങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും, അതുപോലൊരു പുണ്യസ്ഥലം തങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. അപ്പോൾ നാരദൻ താൻ ധരിച്ചിരുന്ന വൽക്കലം അഴിച്ച് ഭൂമിയിലേക്കിട്ടു. അത് വന്ന് പതിച്ച സ്ഥലത്തിന് വൽക്കലം, വൽക്കല എന്ന് പേര് വീണത്രേ. അതാണ് പിന്നീട് വർക്കലയായി തീർന്നത്. ദേവതകൾ വന്ന് പതിച്ച സ്ഥലമാണ്. ദേവലോകത്തെ പുണ്യാത്മാക്കൾ ഒന്നടങ്കം വന്ന് മുക്തിക്കായി, ശാപമോചനത്തിനായി തപമിരുന്ന ആ നാട് എത്ര മാഹാത്മ്യമുള്ളതായിരിക്കും. ഇപ്പൊ ഈ 14 ലോകത്തിനും അധിപനായ വിഷ്ണു ഭഗവാൻ ഈ ദേവകളുടെ തപശ്ചര്യയിൽ പ്രീതനായി
തന്നെ പ്രാർത്ഥിക്കുന്നവരെ, ജനത്തെ അർദ്ദനം ചെയ്യുവാൻ ജനാർദ്ദനായി അവിടെ അവതരിച്ചുവെന്നും, അങ്ങനെയാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവമെന്നുമാണ് അതിൽ പറയുന്നത്. എന്താണെങ്കിലും അവിടെ പാപനാശം എന്ന് പറയപ്പെടുന്നു. പുണ്യസ്ഥലം എന്ന് പ്രസിദ്ധി നേടിയിരിക്കുന്നു. തെക്കൻ കാശി വരെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ പണ്ടേക്ക് പണ്ട് തന്നെ വർക്കല വിശ്വാസികൾക്ക് പാപനാശക സ്ഥലം എന്നൊരു പ്രസക്തിയുള്ളതാണ്. അതുമാത്രമല്ല, തിരുവിതാംകൂറായിരുന്ന കാലത്തും തിരുവിതാംകൂർ ആയതിനു ശേഷവും രാജകുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചും മഹാരാജാവ്, മഹാറാണി തുടങ്ങിയവരെല്ലാം വിശ്രമാർത്ഥവും ചികിത്സാർത്ഥവും വന്ന് താമസിച്ചിരുന്ന സ്ഥലവും കൂടിയാണ് വർക്കല. അവിടുത്തെ കാറ്റിന്, അവിടുത്തെ ജലത്തിന് പ്രത്യേകതകളുണ്ട്. അത് അനുഭവപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവരുടെ തൽക്കാല സങ്കേതങ്ങൾ അവിടെ ഉണ്ടായി വന്നത്. ഒരു കാലത്ത് വാണിജ്യ പ്രധാനമായിരുന്നു വർക്കല എന്നും ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. പണ്ടേ വൈദേശികരുടെ ബന്ധമുണ്ടായിരുന്നു. അന്നത്തെ നിലയ്ക്ക് കപ്പലുകൾ ഏറെക്കുറെ ആ തീരത്തോടടുത്തിരുന്നുവെന്നും, എന്നാൽ അവിടെ ഉണ്ടായ ഒരു പ്രകൃതിക്ഷോഭം ആ പ്രദേശത്തെ കടലോരത്തെ വിഴുങ്ങിയെന്നും, അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന വലിയ ഉയരത്തിലുള്ള മൺതിട്ടകൾ രൂപപ്പെട്ടെന്നും പറയപ്പെടുന്നുണ്ട്. ആ മൺതിട്ടകളിൽ നിന്ന് തന്നെ നല്ല തെളിനീരുറവ ഒഴുകിയും ചീറ്റിയൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. വർക്കല പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സവിശേഷതയാണ് ഇതുപോലുള്ള അമൃത സമാനമായ ജലം. അതിന് ഔഷധ ഗുണമുണ്ടെന്നുള്ളത് ഗുരുവിനാൽ തന്നെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശിവഗിരിയിലുമുണ്ട് കുഴൽ വെള്ളം. ഗുരുദേവനാണെങ്കിൽ അവിടുന്ന് അല്പം മാറി പ്രത്യേകം ഒരു കുഴൽ സ്ഥാപിച്ച് അവിടെ നിത്യസ്നാനം ചെയ്തിരുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന വേളയിൽ ആദ്യമുണ്ടായ ഒരു അനുഗ്രഹവാക്കും ഇത്തവണ ഈ തരുണത്തിൽ നമുക്ക് സ്മരിക്കാവുന്നതാണ്. കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാംബയെ തൊഴാം. അപ്പോൾ ആ കുഴൽ വെള്ളത്തിലെ കുളി കേവലം ഒരു സ്നാനം മാത്രമല്ല, അവിടെ പ്രകൃതി തന്നെ കനിഞ്ഞ് ഒരുക്കി വച്ചിരിക്കുന്ന ഔഷധിയിലുള്ള ഒരു സ്നാനം കൂടിയാണ്. അത് രോഗനാശകമാണ്. ഗുരു കൽപ്പിച്ചതിലൂടെ അത് പാപനാശകവുമായി തീർന്നിട്ടുണ്ട്. നോക്കൂ, ഇത് ശ്രീനാരായണ ഗുരുവാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ ആ നാട്ടുകാർ, അവർ പാവങ്ങളാണ്, അത് പലയിടത്തും ഇരിക്കുന്നു. ഈ അത്താണിയുള്ളിടത്തൊക്കെ വിശ്രമിക്കുവാൻ ഇട്ടിരിക്കുന്ന കൽപ്പീഠങ്ങളിൽ ഇരിക്കുന്നത് കാണാം. ചില വേള മരച്ചോടുകളിൽ ഇരിക്കുന്നത് കാണാം.
കണ്ടാൽ നല്ല കലയുള്ള ഒരാൾ, ദീർഘകായനായ ഒരാൾ, കണ്ടാൽ മറ്റു രീതിയിലൊന്നും തോന്നില്ല. എന്നാൽ കൂടുതൽ ആളുകളോട് ഇടപെടുന്നില്ല. ധൈര്യം സംഭരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളതല്ലാതെ കൂടുതൽ എടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. പിന്നെയാണ് ഒറ്റപ്പെട്ട ചിലർക്ക് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്ത് കേൾവിപ്പെട്ട അരുവിപ്പുറം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ സ്വാമിയാണ്. അത് ഇദ്ദേഹമായിരുന്നുവോ? ചില കാലങ്ങളിൽ അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ നാളത്തേക്ക് കാണാറേ ഇല്ല. വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നാൾ വന്നുപോയ ആ സിദ്ധനാണല്ലോ, അല്ലെങ്കിൽ ആ മനുഷ്യനാണല്ലോ. അങ്ങനെ ഒരു തിരിച്ചറിവൊന്നും ആയിട്ടില്ല. പ്രത്യേകിച്ചും വർക്കല ശിവഗിരി ഇന്ന് നിൽക്കുന്ന ആ ഭാഗം, അതിൻ്റെ കരഭാഗം, വർക്കല തുരപ്പിൻ്റെ ആ ഭാഗം കുറവന്മാരുടെ സങ്കേതമായിരുന്നു. അവരാണെങ്കിൽ അവരുടെ നിത്യവൃത്തിക്കായി അവരുടെ പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിതചര്യയിലൂടെ മാത്രം കടന്നു പോകുന്നവരാണ്. അവർക്ക് ബാഹ്യലോകവുമായി കൂടുതൽ സമ്പർക്കമൊന്നുമില്ല. അവരിങ്ങനെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു പോകുന്നു. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊന്നും തന്നെ അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല, അതിന് മാർഗമില്ല. ഗുരുദേവൻ അവിടുത്തെ ഭൂപ്രകൃതിയും മനുഷ്യരെയുമെല്ലാം കാലങ്ങൾക്ക് മുമ്പേ അളന്നിരുന്നു എന്നതാണ് വസ്തുത. അപ്പൊ അവിടെ ആ വ്യാപാരികൾ പറഞ്ഞത് ശരിയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലവും അല്പം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അന്നത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞതും ആയാസരഹിതവുമായിരുന്ന ആ യാത്രാ മാർഗം ജലമാർഗമായിരുന്നു. കരമാർഗം കുഴപ്പമില്ല, പക്ഷേ കരവഴി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം നദികളും കായലുകളും തടസ്സമാകുന്നു. ഇപ്പം വാണിജ്യാവശ്യത്തിനൊക്കെ പോകുമ്പോൾ നദിക്ക് അക്കരെ കടക്കാൻ കുത്തൊഴുക്കിൽ, ഒരു കായലാണെങ്കിൽ വഞ്ചിയിൽ കടക്കാം, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഏറിയ കൂറും ജലമാർഗത്തെയാണ് അന്ന് രാജാക്കന്മാർ പോലും ആശ്രയിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ജലമാർഗത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുതെങ്ങ് വഴി കൊല്ലത്ത് കടക്കാൻ വർക്കല കുന്നാണ്, ആ പ്രദേശമാണ് തടസ്സമായി നിന്നത്. ഇതേതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ 1.5 കിലോമീറ്റർ അത് ഇപ്പുറത്തോട്ട് കായൽ ജലമാർഗം കൊണ്ടുവരാൻ, തോട് കൊണ്ടുവരാൻ ഒരു മാർഗവുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്, കൊല്ലത്തിനുണ്ട്, അവിടുന്ന് നേരെ വടക്കോട്ട് പോകുന്നുണ്ട്, അതങ്ങ് കൊച്ചി വരെ എത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അന്ന് വിദേശികൾ അവരുടെ പ്രധാന ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു പാണ്ഡകശാല തന്നെ പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു ഇടമായിരുന്നു അഞ്ചുതെങ്ങ്. പ്രസിദ്ധമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. അവിടത്തേക്ക് സ്വദേശികൾക്ക് ചരക്ക് എത്തിക്കണം. അവിടെ നിന്ന് ഈ ചരക്ക് കൊടുങ്ങല്ലൂർക്കും മറ്റും കൊണ്ടുപോകണം. ആലപ്പുഴ നിന്നും
കയർ ഉൽപ്പന്നങ്ങളും മറ്റും തെക്കോട്ടെത്തിക്കണം. അതുപോലെ തന്നെ മരാമത്ത് പണികൾക്കാവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ ഈ നാഗർകോവിലിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്നത് ആലപ്പുഴ പോലുള്ള, കൊല്ലം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ എത്തിക്കണമെങ്കിൽ ഈ ജലമാർഗം തുറന്നു കിട്ടിയാലേ നിവൃത്തിയുള്ളൂ എന്ന് വന്നു. അന്ന് ഈ തുരപ്പിനെ കുറിച്ച് ആലോചനയുണ്ട്. വർക്കല തുരപ്പ് 1880 പറയുമ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഏതാണ്ട് 5-8 കൊല്ലം മുമ്പാണ് തുടങ്ങുന്നത്. അപ്പൊ അതിൻ്റെ ആലോചന തുടങ്ങിയത് റാണി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. അപ്പൊ അവരെ തുടർന്നാണല്ലോ കേണൽ മൺട്രോ, ഇതൊക്കെ ചരിത്രമാണ് വരുന്നത്. ഈ മൺട്രോയെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എല്ലാവരുടെയും മനസ്സിൽ കൊള്ളുന്ന ഒരു പരാമർശം അദ്ദേഹമാണ് ഈ ക്ഷേത്രങ്ങളെ മുഴുവൻ ഏറ്റെടുത്ത് ഈ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത്. പക്ഷെ കേണൽ മൺട്രോ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ എക്കാലത്തും സ്മരിക്കപ്പെടേണ്ട ഒരാളാണ്. നമ്മളെല്ലാം കൃതജ്ഞതയോടെ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ കാലത്ത് ഇംഗ്ലീഷുകാരായ എഞ്ചിനീയർമാരെ വരുത്തി ഈ കുന്നിനെ മറികടന്ന് ഈ തോട് ഒന്ന് സുഗമമാക്കാൻ ആലോചനകൾ നടത്തി. ഇപ്പൊ ഇംഗ്ലീഷുകാരുടെ ആ എഞ്ചിനീയറിങ്ങിലാണ് വർക്കല തുരപ്പ് രൂപപ്പെടുന്നത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഇന്നത്തെ അത്ര സാങ്കേതിക വിദ്യകളൊന്നുമില്ല എന്ന് നമുക്കറിയാം. മനുഷ്യ പ്രയത്നത്തിൽ വേണം ഏതാണ്ട് കാര്യങ്ങളെല്ലാം നടക്കാൻ. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്കും അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കും ഒരേ സമയമാണ് തുരപ്പ് നടക്കുക. ഇത് രണ്ടും ഒരിടത്ത് വന്ന് കൂട്ടിമുട്ടും. അപ്പൊ അല്പം പോലും തെറ്റാതെ രണ്ടു വശത്തൊന്നും തുരന്നു വരുമ്പോൾ ഇത് ഒരു പോയിന്റിൽ വന്ന് സന്ധിക്കണമെങ്കിൽ അന്നത്തെ എഞ്ചിനീയറിങ് അത്ര മോശമല്ല. എന്ന് മാത്രമല്ല, ഈ തുരന്നെടുക്കുന്ന മണ്ണ് ഇത് നീക്കം ചെയ്യുക, അതുപോലെ ഒരു കുന്നിൻ ചെരിവിൽ ഇത് മുഴുവൻ തലച്ചമുടിൽ വേണം നീക്കം ചെയ്യുവാൻ. അത് ഏതാണ്ട് വടക്ക് ഭാഗത്തോട്ടുള്ള, അതായത് നമ്മുടെ ശിവഗിരിയുടെ ആ ഭാഗത്തുള്ള അവിടുന്ന് തുരന്നെടുത്ത മണ്ണ് മുഴുവൻ ശിവഗിരി കുന്നിൻ്റെ ഒരു അനുബന്ധ കുന്നുപോലെ ഇന്ന് നാം തീർത്ഥാടന പന്തല് കാണുന്ന നമ്മുടെ ആ ബുക്ക് സ്റ്റാളൊക്കെ കാണുന്ന ആ ഭാഗത്ത് കൂടിക്കിടക്കുകയാണ്. അത് ഇന്നത്തെ നമ്മുടെ ശിവഗിരി കുന്നിനോടും. അപ്പൊ അന്ന് അവിടെ ഒരു നീർച്ചാലുണ്ട്, തോടെന്ന് പറയും. ഇന്ന് നമ്മളത് നോക്കുമ്പോൾ കാണാനില്ല. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അതാണ് ആ പാലം ഉദ്ദേശിച്ചാണ് പാലത്തിന് ഇപ്പുറം പുകവലി വെറ്റിലമുറുക്കൊന്നും പാടില്ല എന്ന് ആദ്യകാലത്ത് ബോർഡുണ്ടായിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ മണ്ണ് കുന്നുകൂടി അവിടെ കിടക്കുകയാണ്. എത്ര കാലത്തെ പരിശ്രമം കൊണ്ടാണ് എന്ന് അറിയണമെങ്കിൽ 1880 തുടങ്ങിയ തുരപ്പ് ഇത് കമ്മീഷൻ ചെയ്യുന്നത് 1904 1904 പ്രത്യേകത, ഗുരുദേവൻ ഏതാണ്ട് സ്ഥിരവാസം ചെയ്തു തുടങ്ങുന്നത് വർക്കലയെ പരിചയപ്പെടുന്നതല്ല, അത് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. അവിടുന്ന് അവിടെ സ്ഥിരവാസം ഉറപ്പിക്കുന്നത് 1904 അപ്പൊ ആ സമയത്ത് ഇന്ന് കാണുന്ന ആ കുന്നുമായിട്ടൊരു സാമ്യവുമില്ല. അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു കാലത്ത് ആരോ അത് കൈവശപ്പെടുത്തിയിരുന്നു. അപ്പൊ അവിടെ ആ തോടും മറ്റും ഉള്ളത് കൊണ്ട്
അതിൻ്റെ തീരം നോക്കി. ഇപ്പം തോടിൻ്റെ കരകളിലാണല്ലോ പണ്ടുകാലം മുതലേ, നദീതീരങ്ങളിലാണല്ലോ നദീതട സംസ്കാരം എന്ന് തന്നെ പറയും. അത് നാട്ടുമ്പുറങ്ങളിലും അങ്ങനെയാണ്. നീർച്ചോലകൾ ഉള്ളിടത്ത് അതിൻ്റെ കരപറ്റി കാർഷിക വൃത്തി പൊലിച്ചിരുന്നു. അങ്ങനെ വന്നുകൂടിയ ആരോ ഒരാൾ, അയാൾ നല്ലൊരു അധ്വാനിയായിരുന്നു. അദ്ദേഹം ഒരു തൂമ്പാപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ഇദ്ദേഹവുമായിട്ട് എന്തോ കുടുംബകാര്യങ്ങൾ പറഞ്ഞു, തർക്കമായി. ഇദ്ദേഹം ഒരു മുൻകോപിയായിരുന്നു. ദേഷ്യം വന്നിട്ട് ആ കൈക്കോട്ട് വലിച്ച് ഈ സാധു ഭാര്യയുടെ നേരെ എറിഞ്ഞത്രേ. ആ ഏറ് ചെന്ന് മർമ്മത്ത് തന്നെ കൊണ്ടു. അവിടെ വീണ് അവർ മരിച്ചുപോയി. സങ്കടകരമായ ഒരു കാര്യമുണ്ട്. ഈ ദുരന്തം നടക്കുമ്പോൾ ആ സാധു ഗർഭിണിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ അന്ധവിശ്വാസമുണ്ട്, അപമൃത്യു, അതിങ്ങനെ മോക്ഷം കിട്ടാതെ നാടിനെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമെന്നും അവരെ ഭയപ്പെടണമെന്നുമൊക്കെയാണ്. അങ്ങനെ ഉണ്ടാകുന്നത്, അത് ഗർഭിണി മരിച്ചാൽ അതിനെ ഈ മറുത എന്ന് പറയും. മറുത എന്ന് പറയുന്ന ദേവത, ദുർമൂർത്തി, ഇങ്ങനെ ഗർഭിണികൾ മരിക്കുന്ന അങ്ങനെ ഉണ്ടാകുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്തെ അന്ധവിശ്വാസമല്ലേ. ഇങ്ങനെ ഒരു ദുർമരണം നടക്കുന്നിടത്ത് ആരെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കുവോ? അങ്ങോട്ടാരും പിന്നെ കടന്നു ചെല്ലാതായി. അതുകൊണ്ടാണ് ആ മണ്ണ് ഒറ്റപ്പെട്ട് കിടക്കാനിടയായത്. അപ്പൊ ആ കുന്നിന്റെ ഒരു പ്രത്യേകത, അത് സാക്ഷാൽ കൈലാസം പോലെ തന്നെ ഇരുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ ശിവഗിരി കുന്നിന്റെ നെറുക ഏതാണ്ട് 1 ഏക്കറോളം തന്നെ, ഒരുപക്ഷെ അതിലും കൂടുതൽ കണ്ടേക്കും. നല്ല നിലനിരപ്പാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇതൊരു ശിഖരാഗ്രം തന്നെയായിരുന്നു, കൂർത്ത് മേലോട്ട് സ്തൂപിക പോലെ. അങ്ങനെ ഒരവസ്ഥയിൽ അതിങ്ങനെ കുറ്റിക്കാടുകൾ നിറഞ്ഞ് പുല്ല് കയറി ഇങ്ങനെ കിടക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഇല്ലാഴികയില്ല. പക്ഷെ ഈ നിർഭാഗ്യ സംഭവം നടന്നതോടെ അങ്ങോട്ടാരും ശ്രദ്ധിക്കാതായി. അപ്പൊ നോക്കണം, ഒരു പുണ്യസ്ഥാനം രൂപപ്പെട്ടത്, അതും നോക്കണം. അതിലും വലിയൊരു അത്ഭുതമാണ്. ആളുകൾ ഭയന്ന ഇടങ്ങും, ആളുകൾ ഭയപ്പാടോടെ ഓർത്ത് കഴിഞ്ഞിരുന്ന ഇടം. അതുപോലെ തന്നെ മുൻപറഞ്ഞ കൊള്ളയും പിടിച്ചുപറിയും ഒക്കെ നടന്നിരുന്ന ആ പ്രദേശം. ഗുരുദേവനാണെങ്കിൽ കൽപ്പിക്കുന്നു, രോഗമുള്ളിടത്താണ് ചികിത്സാ കേന്ദ്രം വേണ്ടത്. ഒന്ന് ഓർത്തു നോക്കൂ, ഗുരുദേവന്റെ ആ മനോഗതി ഇതിൽ നിന്ന് നമുക്ക് സുവ്യക്തമാണ്. അപ്പൊ അവിടെയാണ് ഗുരുവിനെ വേറിട്ട് കാണേണ്ടത്. നരകത്തെ നരകമാക്കി നിർത്തുകയല്ല, പിന്നെയോ നരകത്തെ സ്വർഗമാക്കി മാറ്റുന്ന ആ പ്രഭാവം, അതിനെയാണ് നാം നമിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളിൽ അതിശയോക്തി ഒന്നും ഒട്ടുമില്ല. നടന്ന സംഭവങ്ങളാണ്. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കാണുവാൻ.
ഇപ്പോൾ ഈ തുരപ്പുണ്ടാകുന്നതിന് മുമ്പ് നടന്നിരുന്നത് എങ്ങനെയാണ്? തെക്കു നിന്നുള്ള വള്ളം വരും. അതാ കുന്ന് ചേരുന്ന ഒരു സ്ഥാനമുണ്ട്, അവിടെ അവസാനിക്കും. ഇപ്പുറത്തു നിന്ന് വരുന്ന വെള്ളം ഇവിടെയും അവസാനിക്കും. എന്നിട്ട് കരവഴി തലച്ചുമടുവായി നടന്നു വേണം അപ്പുറത്തെത്തുവാൻ. അപ്പുറത്തെത്തി അവിടുത്തെ വെള്ളത്തിൽ കയറി പിന്നെ തെക്കോട്ട് പോകും. ഇവിടെയാണ് പിടിച്ചുപറിക്കാർ. അവർ ഒറ്റപ്പെട്ട ഏതാനും പേരെ കാണുകയുള്ളൂ. പക്ഷേ ഒരു നാടിന്റെ സ്വൈര്യം കെടുത്തുവാൻ അവർ ധാരാളം മതി. ഇവർ അവിടെ പതിയിരിക്കും. ഒറ്റയ്ക്കൊക്കെ പോകുന്നവർ അവർ വളരെ വിഷമിക്കും. സംഘം കൂടി പോകുന്നവർ പിന്നെ പിന്നെ ഇവരെ ചെറുക്കുവാനുള്ള സന്നാഹങ്ങളുമായി പോകാൻ തുടങ്ങി. അവർ തന്ത്രപൂർവം പിന്മാറും. അല്ലാത്തവർക്ക് ജീവാപായം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജീവാപായം എന്ന് പറഞ്ഞാൽ ഈ കിണർ കീഴടങ്ങാത്തവനെ ഇവിടെ ആ മൽപ്പിടുത്തത്തിനിടയിൽ മരിച്ചു പോയാൽ നിഷ്കരണം കൊണ്ട് കിണറിലേക്ക് തള്ളുകയാണ്. ഏത് കിണറ്റിൽ എപ്പോഴാണ് ശവം കാണുന്നതെന്ന് അറിയാനൊക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്ര ഭീതിയോടെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞിരുന്നത് എന്ന് നോക്കണം. ഇങ്ങനത്തെ രോഗമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഗുരു ചികിത്സാ കേന്ദ്രം. അത് ആ വ്യാപാരികൾ സാധാരണക്കാരായിരുന്നത് കൊണ്ട് അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം ചിന്തിച്ചാലും അത് ചികിത്സാ കേന്ദ്രമല്ലേ? നോക്കൂ, ശാരീരികമായും മാനസികമായുമുള്ള ചികിത്സയല്ലേ അവിടെ നടക്കുന്നത്. ഭൗതികമായും ആത്മീയവുമായുമുള്ള പ്രവർത്തനങ്ങളല്ലേ അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രമാണ് ഗുരുദേവൻ അവിടെ സ്ഥാപിക്കുവാൻ പോകുന്നത്. അപ്പം അതിനോടകം നോക്കണം, ഏതാനും ക്ഷേത്രങ്ങൾ അവിടുന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. അരിയപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ആസ്ഥാനം അരിയപ്പുറമായിരുന്നു. ഒരുപക്ഷേ ഗുരുദേവൻ ഇതുപോലെ വർക്കലയിലേക്ക് മാറിയില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ ആസ്ഥാനം അരുവിപ്പുറം തന്നെയായി തുടരുമായിരുന്നു. അത് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറി. അതെന്തുമാകട്ടെ, ഗുരുദേവൻ ഏതാണ്ട് നിശബ്ദമായിട്ടാണ് സ്ഥിരവാസത്തിനായിട്ട് വർക്കലയിലേക്ക് വരുന്നത്. അന്ന് ശിവഗിരി എന്നൊരു പേരില്ല. ഗുരുദേവൻ സന്നിധാനം ചെയ്തതോടെ ക്രമേണയാണ് ആ പേര് വരുന്നത്, ശിവഗിരി. അതിനെക്കുറിച്ച് ഒരിടത്ത് സൂചിപ്പിക്കുന്നത് ഗുരുവിൻ്റെ നിത്യ പരിചര്യകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലവാസി ഈ കുന്നിന് ഒരു നാമധേയം വേണമെന്ന് ആഗ്രഹമറിയിക്കുകയുണ്ടായി. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്രേ, അരുവിപ്പുറത്തെ ശിവനെ മറന്നുകൂടല്ലോ. ഇത് കേട്ടപ്പോൾ തൊഴുതുകൊണ്ട് ആ ഭക്തൻ ഉണർത്തിച്ചു, എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ. ഗുരു പുഞ്ചിരിച്ചത്രേ. അങ്ങനെയാണ് ആ പുഞ്ചിരിയെ ഒരു അനുഭാവമായി, അനുമതിയായി കണ്ടുകൊണ്ട് അങ്ങനെയാണ് ശിവഗിരി കുന്നിൽ
ഒരു ശിവക്ഷേത്രത്തിന് പ്രദേശവാസികൾ ഒരുക്കുകൾ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ശരിയാണ്. ഭാവിയിൽ ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് തന്നെ, അതിനോടൊപ്പം തന്നെ ഒരു ശിവാലയത്തിനുള്ള ഒരുക്കുകളും ശിവഗിരിയുടെ നെറുകയിൽ എന്ന് പറയുമ്പോൾ അതിന്നൊരു കൂർത്ത കുന്നല്ല. ശിവഗിരി ശാരദാ ക്ഷേത്രം അത് ശാരദാ മഠമാണ്. മഠമെന്നാണ് ഗുരു കൽപ്പിച്ചത്. നാട്ടുകാർക്കത് ക്ഷേത്രമായിരുന്നു. അതിൻ്റെ പണികൾ ഏതാണ്ട് ഒരു 4-5 കൊല്ലവും കൊണ്ട് പൂർണ്ണമാകുന്നു. അതിൻ്റെ പ്രതിഷ്ഠ സമീപഭാവിയിൽ തന്നെ നടക്കുമെന്നായപ്പോൾ വർക്കയിലുള്ള വർക്കലക്കാർ, വർക്കല സ്വദേശികൾ അത് അവിടം കൊണ്ട് മാത്രം ഒതുങ്ങി നിന്നില്ല. അന്നത്തെ കാലത്ത് വർക്കല ചിരവ്യാപ്തമായ ഒരു അതിർത്തിയുണ്ട് അതിന്. 5 തെങ്ങ് കായിക്കര കുമാരനാശന്റെ ജന്മനാട്ടിൽ നിന്ന് വരെ ആളുകൾ അതിനോട് സഹകരിച്ചു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മുന്തി നിന്ന ആ കൂട്ടത്തിൽ ഏതാണ്ട് 100-200-300ഓളം ആളുകൾ മാസങ്ങളോളം കഠിന പ്രയത്നം ചെയ്തത്രേ. അങ്ങനെയാണ് ആ കുന്ന് ഇന്ന് കാണുന്നത് പോലെ നിരപ്പാക്കിയത്. വർക്കല ശാരദാ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം മാത്രമായിരുന്നില്ല അത്. SNDP യോഗത്തിന്റെ 9ാം വാർഷികത്തിനുള്ള ഒരുക്കങ്ങൾ കൂടിയായിരുന്നു അത്. അതല്ലാതെ അവിടെ സാധ്യമല്ല. ഇന്ന് കാണുന്നത് പോലെ താഴ്വാരത്ത് ആ ഗ്രൗണ്ട് ഇല്ല. പക്ഷേ ശാരദാ പ്രതിഷ്ഠയുടെ കാലം എത്തിയപ്പോഴേക്കും ഗവൺമെന്റിന്റെയും പല ശ്രദ്ധകൾ അങ്ങോട്ട് വന്നു. ഗവൺമെന്റ് അധികാരികൾ, പ്രത്യേകിച്ച് ദിവാൻ വരെ അവിടം സന്ദർശിക്കുന്ന ഘട്ടമെത്തി. വിശേഷിച്ച് കുമാരനാശാൻ പ്രജാസഭാ മെമ്പറായി. സമുദായ പ്രമാണിമാർ പലരും, CV കുഞ്ഞിരാമനടക്കം TK മാധവൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ പ്രജാസഭാ മെമ്പർമാരായി. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രശസ്തി പൊതുവെ അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം ഒരു സാത്വികനായ മത പരിഷ്കർത്താവെന്ന് ഗവൺമെന്റ് രേഖയിൽ തന്നെ പറയപ്പെടുകയും ചെയ്തു. കോടതികളിൽ നിന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഗുരുവിനെ ഒഴിവാക്കി എന്നത് ശിവഗിരിയിൽ അവിടുന്ന് വാസമുറപ്പിച്ചതിന് ശേഷം സംഭവിച്ചതാണ്. അപ്പൊ എത്രത്തോളം ഗുരുവിനെ അധികാര സ്ഥാനങ്ങളിൽ വിലമതിച്ചിരുന്നു എന്നും നമ്മൾ കാണേണ്ടതാണ്. ഇങ്ങനെ ഒരു പുണ്യപുരുഷന്റെ ആസ്ഥാനം, പ്രവർത്തന കേന്ദ്രം വർക്കലയായപ്പോൾ, കൈതക്കോണം കുന്നായപ്പോൾ, പിന്നീട് ശിവഗിരി എന്നതിന് നാമകരണം ചെയ്യപ്പെട്ടപ്പോൾ ആ സ്ഥാനത്തെ ഗൗനിക്കാതിരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അത് തങ്ങളുടെ കടമയായി തന്നെ അധികാര സ്ഥാനങ്ങൾ കണ്ടിരുന്നു. ദൈവമേ, അന്ന് ഗവൺമെന്റിൽ നിന്നുണ്ടായ ഒരു അനുഭാവം, ഇങ്ങനെ മല പോലെ കുന്നുകൂടിക്കിടുന്ന വർക്കല തുരപ്പിൽ നിന്നുള്ള മണ്ണ് അവിടുന്ന് നീക്കം ചെയ്തത് തിരുവിതാംകൂർ ഗവൺമെന്റ് മുൻകൈയെടുത്താണ്. കുറെ ചെലവുകൾ പ്രതിഷ്ഠാ കമ്മിറ്റിക്കും വന്നുപോയി, സ്വാഭാവികമായിട്ടും അത് വരും. എന്ന് മാത്രമല്ല, നാം ആ തുരപ്പിന് സമീപത്തായി കാണുന്ന ആ കുളിപ്പൊര അവിടെ എല്ലാം കെട്ടിയൊരുക്കി അത് ഓവ് വെള്ളം അവിടെ അങ്ങനെ സ്ഥാപിച്ചതും ആ കാലത്താണ്.
ശാരദാപ്രതിഷ്ഠ കഴിഞ്ഞതോടെ വർക്കല തുരപ്പ് വഴി നേരത്തെ വള്ളങ്ങൾ കടന്നു പോകുമായിരുന്നു. പിന്നീട് യാത്രാ ബോട്ടുകളും കടന്നുപോയി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ തെക്ക് നിന്നും വടക്കു നിന്നും വരുന്നവർക്കെല്ലാം സൗകര്യപ്രദമായി അവിടെ ഒരു കടവായി തന്നെ സംവിധാനം ചെയ്തു. അവിടെ എല്ലാം ആകപ്പാടെ അതുവരെ ഈ മഴക്കാലത്തും മറ്റും ഈ എടുത്തിട്ട മണ്ണല്ലേ കുത്തിയൊലിച്ച് അത് തന്നെ വീണ്ടും തോട്ടിലോട്ടൊക്കെ ഇറങ്ങി കടന്നു വരാൻ പോലും മാർഗമില്ലാതെ അത് ഏതാണ്ട് വടക്ക് ഭാഗത്തോടെ വേണ്ടിയിരുന്നു അന്ന് ശിവഗിരിയിൽ പ്രവേശിക്കുവാൻ. ഈ ശാരദാ പ്രതിഷ്ഠയോടെ അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വർക്കല കുന്ന് നിരപ്പാക്കി, അതുപോലെ വർക്കല തുരപ്പിൻ്റെ ശേഷിപ്പായിരുന്ന ആ മണ്ണും അവിടെ നിന്ന് മാറ്റി അവിടെ പുതിയ രൂപത്തിൽ അവിടെ സംവിധാനം ചെയ്തു. അതോടെയാണ് അവിടെ ഒരു തെളിച്ചമായത്. ഗുരുദേവൻ ആദ്യം അവിടെ വരുമ്പോൾ ഒറ്റപ്പെട്ട ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. ഒരിക്കൽ ആ പ്രദേശവാസി കണ്ട് ആളെ മനസ്സിലായി, ഇത് അരുവിപ്പുറത്തെ സ്വാമിയാണ്. അപ്പൊ അവിടത്തേക്ക് ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തു തുടങ്ങി. ഒരു വേള കുന്നിന്റെ നിറകയിൽ അവിടെ നിന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പലതും കൊണ്ട് കൊടുത്ത കൂട്ടത്തിൽ ചക്കപ്പഴവും ഉണ്ടായിരുന്നത്രേ. അങ്ങനെ അന്ന് ഗുരുദേവൻ ഭക്ഷിച്ച ചക്കയുടെ ഒരു കുരു അവിടെ കുഴിച്ചിട്ടത്രേ. ആ ചക്കക്കുരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് ഇന്ന് നാം ശിവഗിരി സമാധിക്ക് മുമ്പിൽ കാണുന്നത്. അത്രയും പഴക്കമുണ്ട് അതിന്. പലരും കരുതുന്ന പോലെ മഹാസമാധി മന്ദിരം ഉണ്ടായതിനു ശേഷം വെച്ച് പിടിപ്പിച്ചതല്ല. ചരിത്രം അറിയാവുന്നവർക്ക് സംശയമില്ല. അപ്പോൾ അവിടെ ഇത് പാകുമ്പോൾ തണലുണ്ടാകും എന്ന് അവിടുന്ന് കൽപ്പിച്ചത്രേ. ഇവിടെ ഒരു അത്ഭുതം കാണേണ്ടത്, അന്ന് ഈ മണ്ണെടുക്കുമ്പോൾ സാധാരണഗതിയിൽ അറിയാം, പല സ്ഥാനങ്ങളിലും നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണെടുത്തെടുത്തെടുത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതൊക്കെ മറിഞ്ഞു പോകും, മണ്ണിനടിയിൽ പോകും. പക്ഷെ ഇവിടെ സംഭവിച്ചത്, മണ്ണെടുത്ത് വന്നപ്പോൾ കൃത്യം അതിനൊരു കുറ്റി നാട്ടിയതുപോലൊരു രീതിയിലാണ് ആ പ്ലാവിൻ്റെ സ്ഥാനം. അത് മൂടിയും പോയില്ല, അത് അടി പറഞ്ഞുമില്ല. ഏതാണ്ടൊരു സമനിലയിൽ, സമനിരപ്പിൽ അതവിടെ നിന്നു. നിരപ്പാക്കി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഏക തണലായി അത് മാറുകയുണ്ടായി. പിന്നീട് മഹാസമാധി പീഠം അവിടെ ഒരുങ്ങിയപ്പോൾ ദീർഘകാലം അവിടെ ഈ ഓല കൊണ്ട് കെട്ടി ഉയർത്തിയ മേഞ്ഞ ഒരു സംവിധാനമായിരുന്നു സമാധിസ്ഥാനം. അതിനും ഒരു തണലായി ഈ പ്ലാവ് പ്രശോഭിക്കുകയുണ്ടായി. അവിടം സ്വർഗമാണ് എന്ന് ഗുരു ഒരു വട്ടമല്ല പലവട്ടം മൊഴിയുന്നുണ്ട് പലരോടും. അപ്പൊ സ്വർഗമാണ് എന്ന് പറയുമ്പോൾ നരകതുല്യമായ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇവിടം സ്വർഗമാണ് എന്ന് ഗുരു കൽപ്പിച്ചത്. എന്ന് പറയുമ്പോൾ എത്ര മോശം സ്ഥലമാണെങ്കിലും, ഭയാനകമായ സ്ഥലമാണെങ്കിലും അവിടെ നമുക്ക് സ്വർഗം പണിയാം. അവിടെ നമുക്ക് സ്വർഗമാക്കി മാറ്റാം.
അജ്ഞതയിൽ ആണ്ടുകടന്ന ഒരു സമൂഹം, പുറം ലോകവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ കണ്ടു. ഗുരു ആദ്യം ചെയ്ത പ്രവൃത്തികളിലൊന്ന് ഈ കുറവർക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു നിശാപാഠശാല. അന്ന് ഇങ്ങനെ ഒരു സങ്കല്പം വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. കണ്ടേക്കാം, എങ്കിലും സംശയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ. പകലന്തിയോളം അവർ പണിയെടുക്കുന്നു. പകൽ അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരുടെ പണി മുടങ്ങിയാൽ അവരുടെ വയറൊട്ടും. അതിന് മുടക്കം വരാത്ത രീതിയിൽ വർക്കലയ്ക്ക് സമീപം വെട്ടൂർ പ്രദേശത്ത് ഒരു നിശാപാഠശാല ഏർപ്പെടുത്തുന്നു. യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന ആ കാലത്തും അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ കെട്ടുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. അരിവിപ്പുറത്തൊരു സംസ്കൃത പാഠശാല ഇട്ടിരുന്നു. അതവിടെ നടന്നു വരുന്നുണ്ട്. SNDP യോഗത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്കാക്കിയപ്പോൾ അതിൻ്റെ മേൽനോട്ടത്തിന് അല്പം അശ്രദ്ധ വന്നു. പിന്നീട് ആ സംസ്കൃത സ്കൂൾ, നമ്മൾ ആ സ്കൂളിൻ്റെ ആ ബാഹ്യരൂപമല്ല കാണേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കുന്ന ആ സംവിധാനം ഈ ശിവഗിരിയിലേക്കാണ് മാറ്റുന്നത്. ഈ മണ്ണ് വെട്ടി നിരത്തുന്നതിന് മുമ്പ് ഗുരു ഇവിടം സ്വർഗമെന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലം, തൃക്കൈകൾ കൊണ്ട് ആ പ്ലാവ് നട്ട ആ സ്ഥലം, അവിടെ സമീപവാസികളായിരുന്ന 1-2 പേർ കൂടി ഒരു പർണശാല നിർമ്മിച്ചു കൊടുത്തു. ആ കുന്നിന്റെ ഒരു പ്രത്യേകത, ചരൽ മണ്ണുണ്ട്, അതിൽ ലോഹാംശം കൂടുതലുണ്ട്. അടിയിലേക്ക് പോകുമ്പോൾ വെട്ടുകല്ലാണ്. അവിടെ കല്ല് വെട്ടിയെടുക്കുവാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വെട്ടിയെടുത്ത കല്ലുകൊണ്ട് ചെറിയൊരു ചുവര് സൃഷ്ടിച്ച്, തെങ്ങ് കൊണ്ട്, അപ്പൊ അത് ഒരിക്കൽ ഗുരു അവിടേക്ക് വിരൽ ചൂണ്ടി ഭക്ഷണം കൊണ്ട് കൊടുത്ത ആളോട് പറഞ്ഞത്രേ, നമുക്കിരിക്കാൻ ഒരു സ്ഥാനം വേണം, അവിടം കൊള്ളാം, അവിടെ ഒരു കൂര കിട്ടിയാൽ കൊള്ളാം, അത് മടല് കൊണ്ടായാലും മതി. ആ കർഷകൻ തൊഴുതു നിന്നു. കൊടുത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഗുരു അവിടെ എഴുന്നേറ്റ് നേരെ വടക്കോട്ട് നടക്കുമ്പോൾ, ഈ വയൽ കടന്നു വേണം അക്കരയോട്ട് കയറുവാൻ. അപ്പോൾ ഇതാ വയൽ വരുമ്പത്തൂടെ എതിരെ 2 ആളുകൾ വരുന്നു. ഇവിടുന്ന് 2 ആൾ ഗുരുവിനും അനുഗാമിയും ചെല്ലുന്നത് അവർ കണ്ടില്ല. ഒരു വരമ്പ് കടന്നു പോകാൻ ഇവർക്ക് സാധിക്കത്തില്ല, അതിനുള്ള വീതിയില്ല. അപ്പോൾ മുമ്പിൽ 2 പേർ വരുന്നത് കണ്ട് എതിരെ വന്ന 2 പേർ ഒതുങ്ങി മാറി ഇടവരമ്പിൽ കയറി നിന്നു. അപ്പൊ അതിൽ ഒരാളുടെ തോളിൽ വാളുണ്ടായിരുന്നു. അപ്പൊ ഗുരു അവരോട് വിശേഷം ചോദിക്കുന്നു. എവിടുന്ന് വരുന്നു? ജോലിക്ക് പോയതാണ്, ഇന്ന് പക്ഷെ ജോലി നടന്നില്ല, അതുകൊണ്ട് തിരിച്ചു പോന്നതാണ്. ഒത്തുപോയല്ലോ. ഗുരു ഒപ്പമുണ്ടായിരുന്ന ആ കർഷകനെ നോക്കി പുഞ്ചിരിച്ചു. ദൈവമേ, അയാളുടെ പറമ്പിൽ എല്ലാം ഒത്തുവരികയാണ്. ഒരു തെങ്ങ് ചാഞ്ഞു കിടന്നിരുന്നു, അയാൾക്കത് ഓർമ്മ വന്നു. ആ ജോലിക്കാർക്ക് അന്ന് മെനക്കേടുണ്ടായില്ല. ഗുരുവിന്റെ ജോലി തന്നെ, സേവ തന്നെ ചെയ്യുവാൻ അവർക്ക് ഭാഗ്യമുണ്ടായി. എത്ര സുഹൃതം ചെയ്തവരാണവർ.
ആ തെങ്ങ് അറപ്പിച്ചു, തെങ്ങോലകൾ മടഞ്ഞുണ്ടാക്കി. ആ ഉരുപ്പടികൾ കൊണ്ട് അവരേതാനും പേരുടെ പരിശ്രമങ്ങൾ കൊണ്ട്, എണ്ണം പറഞ്ഞ 1-2 പേരുടെ പരിശ്രമം കൊണ്ട് എത്രയും ലളിതമായ രീതിയിലാണ് ഗുരു അവിടെ വാസമുറപ്പിച്ചത്. ആ കൊച്ചു പർണശാലയിൽ ഇരുന്നു കൊണ്ടാണ് കുറെ കാലം അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത്. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഇതിനു മുമ്പാണ് കേട്ടോ, ഗുരു അവിടെ അധിവാസം തുടങ്ങുന്നതിന് മുമ്പാണ് ഒരു സംഭവം ഉണ്ടായി. അതായത് പിടിച്ചുപറിക്കാര് അവര് സമയം പോക്കാൻ വേണ്ടി ഈ കോഴികളെ ആടുകളെയൊക്കെ മോഷ്ടിക്കും. ഈ വഴി പോക്കർ അങ്ങാടിയിൽ നിന്നും ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതിൽ ഈ കോഴിയാടും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു പറിക്കും. അവർ സ്വന്തമായിട്ട് മദ്യവും ഉണ്ടാക്കും. ഈ വഴിയൊക്കെ ശൂന്യമായാൽ, കൊള്ളയ്ക്കുള്ള സാഹചര്യങ്ങളും ഇല്ലെന്നോ ഒക്കെ കണ്ടാൽ ഇവരിതിനെയൊക്കെ കൊന്നു പാകപ്പെടുത്തി തിന്നുക, മദ്യപാനമൊക്കെ ചെയ്ത് വിനോദിക്കുക. ഇതൊക്കെയാണ് അവരുടെ സമയം പോക്ക്, നേരം പോക്ക്. അപ്പോൾ ഒരു ദിവസം ഇവരുടെ മുമ്പിൽ ഒരാൾ വന്നു പെടുന്നു. ഇവരിങ്ങനെ ഇരയെ പാർത്ത് നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് സംഘം കൂടി ഒരു 4-5 പേരുണ്ടായിരുന്നു അത്രേ. ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇവർക്ക് കടന്നു പോകേണ്ട ഊടുവഴിക്ക് തടസ്സമായിട്ട് ഒരാൾ നിൽക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ പരസ്പരം നോക്കി, ഇതാരാണ്? കയ്യിലൊന്നുമില്ല, അപ്പം വ്യാപാരിയല്ല. ആ നിപ്പ് കണ്ടിട്ട് ഒരു സഞ്ചാരിയാണെന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഒത്ത നീളം, നല്ല ദേഹകാന്തി. അപ്പൊ അതിലൊരാള് കണ്ണി നോക്കി കുറെ നേരം മിണ്ടാതെ നിന്നിട്ട്, വഴി മാറുമോ, ഞങ്ങൾക്ക് പോണം. അപ്പോൾ ആ ദേഹം ചോദിക്കുന്നു, ഇതിലേ വഴിയില്ലല്ലോ, ഇതിലേ എങ്ങോട്ട് പോകാനാണ്? അപ്പോൾ ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി നോക്കണം. ഗുരു അവരെ സൂക്ഷിച്ചു നോക്കി, അലിവോടെ കൽപ്പിച്ചു, ഇത് തെറ്റല്ലേ, ഇത് തെറ്റല്ലേ. ഇത്രേ പറഞ്ഞുള്ള അവർക്ക് കാര്യം മനസ്സിലായി. പിടിച്ചു പറയാൻ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. അറിയണം, തൊഴിൽ തേടി പോണം. ഇങ്ങനെ അവിടുന്ന് മുഴിഞ്ഞത്രേ. ആ നാടിൻ്റെ ഭാവി ഗതിയെ നിർണയിച്ച ഒരു സന്ധിക്കലായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഗുരുവിൻ്റെ ആ സമ്പർക്കം അവരെ മാറ്റിമറിച്ചു. അവരുടെ ആ ദുർവാസനകളെല്ലാം അലിഞ്ഞുപോയി. പരിചിതരായ ചില ആളുകളോട് ബന്ധപ്പെടുത്തി കൊടുത്തു. പാവങ്ങളാണ്, ഇവർക്ക് മാർഗമുണ്ടാക്കി കൊടുക്കണം. അന്നും ഗുരുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു. ഇങ്ങനെ പിടിച്ചു പറിക്ക് തക്കം പാത്തുപോയ ആ യുവാക്കൾ, അവരുടെ ഭാവിഗതി എന്തായി? ഇവരോരോരോ സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടു. സിംഗപ്പൂരോ മലയായോ സിലോണിലോ ഒക്കെയായി ഇവർ ചേക്കേറിയത്രേ. അവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഉപദ്രവകാരികളായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പറ്റവാളുകൾ ആ നാട്ടുകാർക്ക് തന്നെ മാർഗദർശകമായി, മാതൃകയായി പ്രവാസ ജീവിതത്തിനിറങ്ങി പുറപ്പെടുന്നു.
അതൊരു തുടക്കമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം ആളുകൾ അഞ്ചുതെങ്ങ്, കായിക്കര, വർക്കല പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നത് അതിനു മുമ്പുമുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ വിപുലമായ രീതിയിൽ പുറത്തേക്ക് പോകുന്നത് ഈ സംഭവത്തോടെയാണത്രേ. നോക്കൂ, ആ സാന്നിധ്യം കൊണ്ട് തന്നെ അവർക്ക് വന്ന പരിണാമം. ഗുരുവിന്റെ ചികിത്സ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരിക്കലും അധികാര ദണ്ഡ് ഉപയോഗിച്ച് നിയമവും ചട്ടവും കൊണ്ട് അവരെ വരുതിയിലാക്കി മര്യാദക്കാരാക്കുകയല്ല. എത്രയോ അനുഭവങ്ങൾ അരുവിപ്പുറത്തെ തന്നെ കുമാരനാശാൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. മഹാവനം നിന്മലർവാടിയാക, മുള്ളൊക്കെയും നൽ മുകുളങ്ങളാക, മഹേശ നിൻ സന്നിധി കൊണ്ട് ദുഷ്ടമൃഗങ്ങളും ഗായകദേവരാക. നിൻ സന്നിധി കൊണ്ട് മാത്രം ദുഷ്ടമൃഗങ്ങളും ഗായകദേവരായിത്തീരുന്നു. മഹാവനം ഇതാ മലർവാടിയായിത്തീരുന്നു, മുള്ളുകളോ നൽമുകുളങ്ങളായിത്തീരുന്നു. എത്രയും അർത്ഥവത്താണ് ഈ ശിഷ്യന്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, അവിടം പുണ്യസ്ഥലമായില്ലെങ്കിൽ പിന്നെ എവിടമാണ് പുണ്യസ്ഥലമായി മാറുക? ശിവഗിരി പുണ്യസ്ഥലമാകുന്നതിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അറിയേണ്ടതുണ്ട്, അറിഞ്ഞനുഷ്ഠിക്കേണ്ടതുണ്ട്. ഏത് രീതിയിൽ അവിടം പുണ്യഭൂമിയായി തീർന്നു എന്നതിൻ്റെ സൂചനകളാണ് നാം ഇതുവരെ കേട്ടത്. ഇത് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.